നമസ്കാരം. എന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ KS ഹരിശങ്കർ. ഞാനൊരു സംഗീത കുടുംബത്തിൽ ജനിച്ച ഒരു അംഗമാണ്. ആദ്യം എന്നെപ്പറ്റി തന്നെ പറയാം എല്ലാവർക്കും. എന്റെ അപ്പൂപ്പനാണ് MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ. അമ്മൂമ്മയാണ് ഡോക്ടർ ഓമനക്കുട്ടി. അപ്പോൾ എനിക്ക് ഏറ്റവും ഉണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയതാണ്. എന്തായാലും ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ആദ്യം തന്നെ എനിക്ക് വളരെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീരുവാൻ ഈ ജീവിതം പോരാ. അപ്പൊ ചില പാട്ടുകൾ, ഈ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, അതുപോലുള്ള ചില പാട്ടുകൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്പർശിക്കും. നമ്മളെപ്പോഴും ആ പാട്ട് എന്തെങ്കിലും വിഷമമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനത്തെയുള്ള പാട്ടുകളായിട്ട് നമ്മൾ സാമ്യപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ളൊരു പാട്ടാണ് എന്റെ ആദ്യ ഗാനം. ഞാൻ ഔസേപ്പച്ചൻ സാറിന്, മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാറിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഫിലിമിൽ പാടിയ കാറ്റേ ചാരിയ വാതിൽ എന്ന് പറയുന്ന പാട്ട്. കാറ്റേ കാറ്റേ ചാരിയ വാതിൽ തുറന്നു വരാൻ നിന്റെ ചാമര കൈകൾ മടിച്ചതെന്തേ, ചന്ദന മണമോമയിൽ നല്ല ചെമ്പകപ്പൂക്കളോ കയ്യിൽ, എന്നിട്ടും എന്തേ എൻ പിന്നിലൂടെ നീ ഇനിയും അണയാത്തു. കാറ്റേ കാറ്റേ ചാരിയ വാതിൽ തുറന്നു വരാൻ നിന്റെ ചാമര കൈകൾ മടിച്ചതെന്തേ. ഞാൻ ഏതൊരു പാട്ട് വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ നന്നായിട്ട് പാടാൻ പറ്റണേ എന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ശബ്ദം, നമ്മുടെ ആ ദിവസത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ പാട്ടിനെ അഫക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും ഞാനൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിച്ച് ദൈവമേ നന്നാവണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡിങ്ങിന് ഇറങ്ങുന്നത് തന്നെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ചിലവർക്കൊക്കെ കാണുമ്പോൾ മനസ്സിലായിരിക്കും ഏത് വീടാണെന്ന്. ഇത് മേടയിൽ എന്ന് പറഞ്ഞ തറവാടാണ്. MG രാധാകൃഷ്ണൻ, ഓമനക്കുട്ടി, MG ശ്രീകുമാർ എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പം താത്ത ഇപ്പൊ ഇല്ല. താത്ത എന്ന് പറയുന്നത് ഞാൻ MG രാധാകൃഷ്ണനെ താത്ത എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എന്റെ കൊച്ചിലെ തൊട്ട് ഞാൻ ഒരുപാട് പേര്, സംഗീതജ്ഞര്, അതുപോലെ ഫിലിം ആർട്ടിസ്റ്റ്, അവരെല്ലാരും സ്ഥിരമായിട്ട് വരുന്ന ഒരു വീടായിരുന്നു. എപ്പോഴും കാണായിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഫിലിം ആർട്ടിസ്റ്റുകളൊക്കെ എപ്പോഴും വരുന്നതും അവരെയൊക്കെ പരിചയപ്പെടുന്നതും. അപ്പൊ ഇത് നമ്മുടെ വീടായിട്ട് മാത്രം ഞങ്ങൾ കരുതാറില്ല. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെയും കൂടി ഒരു വീടാണിത്. എപ്പോഴും എല്ലാരും വരും, ഫുഡ് കഴിക്കും, നല്ല നല്ല സംസാരമൊക്കെ സംസാരിച്ച് കുറെ നേരമൊക്കെ ഇരുന്നിട്ട് എപ്പോഴും പോകും. അപ്പോ എന്താ പറയാ, ഇതൊരു വളരെ ആർക്കും ഇത് അന്യരല്ല. ഈ വഴി എല്ലാരും പോകുമ്പോഴൊന്നും നോക്കിയിട്ടേ പോവുള്ളൂ, ഈ മേടയിൽ എന്ന് പറഞ്ഞ വീട്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഭാഗ്യമാണ് ഇത്ര ആർട്ടിസ്റ്റുകളെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്, അവരുടെ ആയിട്ട് സംസാരിക്കാൻ. അപ്പോ എന്താ പറയാ, താത്ത ഞാൻ പറഞ്ഞ MG രാധാകൃഷ്ണൻ താത്ത എന്ന് പറയുന്നതാണ്. താത്തയാണ് എന്നെ ആദ്യം ഒരു പടത്തില് കൊച്ചിലെ ഞാൻ ഒരു 3-4 വയസ്സൊക്കെ ഉള്ളപ്പോ എന്നെ പാടിക്കുന്നത്. അന്ന് സാഫല്യം എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി ദാസേട്ടന്റെ കൂടെയാണ് പാടിച്ചത്. അത് വന്നിട്ട് കണ്ണുനീർ തന്നല്ലേ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും എനിക്ക് താത്ത എന്നെ ഒരുപാട് പഠിപ്പിക്കുമായിരുന്നു പാട്ടൊക്കെ. അങ്ങനെ എന്നെ കൊണ്ടൊരു 4 വരി പാടിച്ചു. ഇതെല്ലാം താത്ത എന്ന് പറയുമ്പോ MG രാധാകൃഷ്ണൻ അദ്ദേഹം പാടി പ്രശസ്തമാക്കിയ ഒരു അഷ്ടപതിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടും. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ, ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ
ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. ഞാന് ഇപ്പൊ വന്നിട്ടൊരു ഫിലിം ഫീൽഡിൽ ഇറങ്ങിയിട്ടൊരു 2 വർഷമായുള്ളൂ. അപ്പം കുറച്ച് പടങ്ങളിലൊക്കെ പാടാൻ പറ്റി ദൈവാനുഗ്രഹം കൊണ്ട്. എന്തായാലും ഒരു 9-10ഓളം ചിത്രങ്ങൾ ഞാൻ പാടി. അതില് എനിക്ക് വളരെ ഒരു മാർക്ക് തന്ന 2 പടങ്ങളാണ്. ഒന്ന് കിസ്മത്ത് എന്ന് പറഞ്ഞൊരു പടവും പിന്നെ അനാർക്കലി. അപ്പോ അനാർക്കലിയെ പറ്റി ഞാൻ പറയാം. അനാർക്കലിയുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറായിരുന്നു. അപ്പൊ അത് ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സാറ് വിളിച്ചു. എന്നിട്ട് വോക്കൽ ടെസ്റ്റിനായിട്ട് വിളിച്ചിട്ട് അങ്ങനെ ചെന്നൈ പോയി പാടി. സാറിന് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. എന്തായാലും ആ പാട്ട് രണ്ടുപേരും. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അഴൽ പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴിമൂടുമീ നേരം ഇരുൾ വീശുമീ നേരം മായുമോ മാറുമോ കനൽ കാർമേഘം. നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും നമുക്കൊരു ദൈവികമായ ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ അതൊരു നമ്മുടെ എന്റെ പൂർവികർ ചെയ്ത നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് ഞാൻ ഡിവോഷണൽ സോങ്സ് പാടാറുണ്ട്. ഈ ഫിലിമിൽ വരുന്നതിനൊക്കെ മുമ്പ് കാസറ്റ്സിലും CDസിലും ഒക്കെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ ഡിവോഷണൽ സോങ്സും പാടുമായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട KS ചിത്രമ്മ പാടിയ പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, ഇതുപോലൊരു മനോഹരമായ ഗാനം നിങ്ങൾക്ക് വേണ്ടി.
അപ്പോൾ എൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ അച്ഛൻ ആലപ്പുഴ ശ്രീകുമാർ. അച്ഛനൊരു ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്. ഇവിടെ സ്വാരനാൾ സംഗീത കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നു. അമ്മ കമല ലക്ഷ്മി. അമ്മ ഒരു വീണ ആർട്ടിസ്റ്റാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലും അതല്ലാതെ പല സ്ഥലത്തും വീണ വായിക്കുന്നുണ്ട്. സ്റ്റേജ് ഷോസിനൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു അനിയനുണ്ട്. അവൻ്റെ പേര് രവിശങ്കർ. അവൻ മൾട്ടിമീഡിയ ഇപ്പോൾ പഠിക്കുന്നു. അവനും പാട്ടിലൊക്കെ താല്പര്യമുള്ള ആളാണ്. ഒരു നന്നായിട്ട് വയലിനൊക്കെ വായിക്കും. എൻ്റെ ബാൻഡിൽ എനിക്കൊരു ബാൻഡുണ്ട്, പ്രഗതി എന്ന് പറഞ്ഞു. അപ്പം അവൻ ആ ബാൻഡിൽ ഇപ്പം വയലിൻ വായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ. ഞാൻ ഈ ഇടയ്ക്ക് പാടിയ ഒരു പാട്ടുണ്ട്, നിളമണൽ തരികളിൽ എന്ന് പറഞ്ഞ്. എൻ്റെ ഫസ്റ്റ് ഡുവറ്റ് സോങ് ആണ്. പടം എന്ന് പറയുന്നത് കിസ്മത്തായിരുന്നു. ആ കിസ്മത്ത് എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഡയറക്ടറിനാണ് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിലൊരു വളരെ ഇമ്പോർട്ടന്റ് സിറ്റുവേഷനിലുള്ള ഒരു സോങ് ആയിരുന്നു നിളമണൽ തരികളിൽ. പിന്നെ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് സുമേഷ് പരമേശ്വർ എന്ന് പറഞ്ഞ ഒരു വൺ ഓഫ് ദ ഗ്രേറ്റ് ഗിറ്റാറിസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം സോങ് കൂടിയായിരുന്നു ഇത്. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ സന്ധ്യകൾ, മതിവരാ താളമായി തെളിനീരാടുവാൻ വരുമീ തോഴികൾ, അവരോടൊരുമിച്ചലയാൻ പോയിടാ. ഓ ഓ ഓ ഇതായിരുന്നു അതില് ഞാൻ പാടിയ സോങ്. എനിക്കൊരു ആവശ്യത്തിനൊരു നല്ല ബ്രേക്ക് തന്നൊരു സോങ് ആയിരുന്നു. പിന്നെ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചിത്രം MG രാധാകൃഷ്ണന്റെ. അപ്പോ താത്ത ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഞാൻ ദാസേട്ടനെ കണ്ടിട്ടുണ്ട്. താത്ത ഇല്ലാത്തപ്പോഴും അവരൊക്കെ വരാറുണ്ട്. ദാസ് സാറ്, KS ചിത്രമായി, സുജാതാമ്മ, അതുപോലെ വേണുഗോപാൽ ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ, ഒട്ടുമിക്ക സിംഗേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ ഇങ്ങനെ ഇവിടെ ഓടി നടക്കുന്ന സമയം തൊട്ട് ഇവരെല്ലാം കണ്ടിട്ടുണ്ട്. ചിലപ്പം നമ്മളിങ്ങനെ അതുവഴി ഇങ്ങനെ പോയി ഇതുവഴി വരുമ്പോഴായിരിക്കും ഇവിടെ ലാലേട്ടനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു ഇവിടെ. വളരെ എന്താ പറയാ, ഒരു രസവും അതുപോലെ തന്നെ അവരെയൊക്കെ നമുക്ക് കാണാനും അടുത്തിങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമായിരുന്നു. എന്തായാലും അടുത്തതായിട്ട് എൻ്റെ അപ്പൂപ്പൻ MG ശ്രീകുമാർ പാടിയ ഒരു ക്രിസ്ത്യൻ ഡിവോഷനിലേക്ക് കടക്കാം.
അലകളിൽ ഒളി വിതറി അരികിൽ അണയും യേശുവേ പൊരുൾ വഴി മൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ അരുളണമേ തിരുവരം ചൊരിയണമേ തവ മനം പാപിയായ എന്റെ മാനസേ. വചനത്തിരകളൊഴിഞ്ഞൊരു തീരം നാഥായെന്നധരം സ്വാർത്ഥതയേറി നിറഞ്ഞൊരു യാനം നാഥായൻ ഹൃദയം എന്നും മോഹനദീപം കാണാൻ അടിയനിൽ വരമരുളൂ നിത്യം താവകനാദം കേൾക്കാൻ അനുദിന കൃപയരുളൂ. അലകളിൽ ഒളി വിതറി അരികിൽ അണയും യേശുവേ പൊരുൾ വഴി മൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ അരുളണമേ തിരുവരം ചൊരിയണമേ തവ മനം പാപിയായ എന്റെ മാനസേ. ഹൃദയച്ചിമിഴിലെ തെളിയും ദീപം നാഥാ നിന്നികൾ ആർദ്രത മങ്ങി മറഞ്ഞൊരു ജന്മം നാഥാ നീ കനിയൂ എന്നും ജീവിതഗാനം പാടാൻ അടിയനു സ്വരമരുളൂ നിത്യം യേശുവിൻ സ്നേഹം വാഴ്ത്താൻ അനുഗ്രഹ പ്രഭ ചൊരിയൂ. അലകളിൽ ഒളി വിതറി അരികിൽ അണയും യേശുവേ പൊരുൾ വഴി മൊഴി ചിതറി കൃപകൾ പൊഴിയും യേശുവേ അരുളണമേ തിരുവരം ചൊരിയണമേ തവ മനം പാപിയായ എന്റെ മാനസേ. എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡിൽ ഒരു തീരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ ഞാനിവിടെ ഇൻവൈറ്റ് ചെയ്യാണ്. എനിക്ക് ഗസ്റ്റ് അല്ല, എൻ്റെ അമ്മായിയാണ്. അപ്പം അമ്മായി വാ. എല്ലാവർക്കും വളരെ പരിചയമുള്ള അമ്മായിയാണ് പത്മജ രാധാകൃഷ്ണൻ, MG രാധാകൃഷ്ണന്റെ ഭാര്യ. അപ്പൊ ഞാൻ ഇവിടെ ജനിച്ച് ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയം തൊട്ട് അമ്മായി എന്റെ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ തറവാട്ടിൽ ഇതുപോലെ ഉള്ളൊരു ഇത്രയും ജ്ഞാനസ്ഥൻ ആയിട്ട് ഉള്ളൊരു കുട്ടി ഞങ്ങളുടെ വളർന്നു വരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എവിടെയും അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത്രയും നേരം എന്റെ പാട്ടിനെ പറ്റിയും പിന്നെ എന്റെ ഫാമിലി, എന്റെ ഈ മേടയിൽ കുടുംബം, പിന്നെ മേടയിൽ വീട്, തറവാട്, അമ്മായി, ഇത്രയും നേരം എനിക്കിങ്ങനെ ഒരു നിങ്ങളോട് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റിയൊരു വളരെ സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്റെ പ്രോഗ്രാം ആസ്വദിച്ച എല്ലാവർക്കും നന്ദി. എന്തായാലും ഇഷ്ടഗാനങ്ങൾ ഒരുപാടുണ്ട്, എനിക്കിനിയും പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഒരു എപ്പിസോഡിൽ. എന്തായാലും തുടർന്ന് നമുക്ക് ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.